ഇവിടുത്തെ ഈ ലിഞ്ച് ഈ ബ്ലഫാക്കിൻ്റെ അവിടുത്തെ ഈ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ബ്രൈറ്റ് നൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ സീസണിലെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് കാണിച്ചുകൊണ്ടുള്ള ഒരു ലൈറ്റിംഗ് ആണിത്. ഇതാണ് ബ്രൈറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനത് സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് ബ്രൈറ്റ് നൈറ്റ്സ് ലൈറ്റിംഗ് എന്നാണ് ഈ പറയണത്, ഈ ഇപ്പോൾ കാണിക്കണതല്ല. അപ്പോൾ ഈ ബ്രൈറ്റ് നൈറ്റ്സ് ലൈറ്റിംഗ് ഇലുമിനേഷൻ അല്ലെങ്കിൽ ലൈറ്റ് ഡെക്കറേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു കുറച്ച് നേരം കൂടി ഞാൻ കാണിക്കാം. ഇത് സാധാ ഒരു ലൈറ്റിംഗ് ആണ്, ബ്രൈറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇങ്ങനെ ബ്രൈറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലഫാക്കിലേക്കുള്ള വാക്ക് വേയിലുള്ള ലൈറ്റിംഗ് ആണ്. ഇതാണ് ബ്രൈറ്റ് നൈറ്റ്സ് സാധാ ഇലുമിനേഷൻ. ഈ ബ്രൈറ്റ് നൈറ്റ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ബോൾ പോലത്തെ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ബോൾ LED എന്നാണ് ഈ പറയാം. അത് പ്രത്യേകിച്ച് കാണിക്കുമ്പോൾ ബ്യൂട്ടിഫുള്ളാണ്. ഇതൊരു ലൈറ്റിംഗ് ആണ്. ഇത് ബ്രൈറ്റ് ലൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഫോട്ടോ സ്പോട്ടാണ്. അപ്പോൾ ഇത് ലവ് സിമ്പിൾ ഉണ്ട്. അപ്പോൾ ബ്യൂട്ടിഫുള്ളാണ്. ഇത് ക്യാമറയിൽ അത്ര ജസ്റ്റിസ് ആയിട്ടില്ല, നേരിട്ട് കാണുമ്പോൾ എക്സ്ട്രാ ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ലവ് സിമ്പിൾ ഞാനൊന്ന് ക്ലോസപ്പ് ചെയ്ത് കാണിക്കാം. ഇതാണ് ഇത്. എൻ്റെ ഇടയിൽ നമുക്ക് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇത് ബ്ലഫാക്കിൻ്റെ അവിടെ നിന്ന് മോളിൽ നിന്നുള്ള താഴോട്ടുള്ളൊരു വ്യൂ ആണ്. ഇതൊരു സാധാ ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതും കൊള്ളാം. ഇത് ബ്ലഫാക്കിൻ്റെ അവിടെ നിന്ന് മോളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ്. ഓക്കെ. ഇത് ബ്ലഫാക്കി തന്നെ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇത് ഒരു ബട്ടർഫ്ലൈ ആണ്. ഇത് ഫോട്ടോ സ്പോട്ടാണ്. അപ്പോൾ ആൾക്കാർക്ക് വന്നിട്ട് ഇവിടെ നിന്നിട്ട് പോസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം. ഈ ബട്ടർഫ്ലൈയുടെ ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. കണ്ടോ, ഈ കളർ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് ക്യാമറയിൽ അത്ര ജസ്റ്റിസ് വരുന്നില്ല, നേരിട്ട് കാണുമ്പോൾ 5 times ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് ബട്ടർഫ്ലൈ പൊസിഷൻ. കളറൊക്കെ മാറി വരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ അത്. ഇത് ബ്ലഫാക്കിൻ്റെ അവിടുത്തെ മുകളിലത്തെ ഈ സർക്കുലർ LED ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇതും കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ക്യാമറയിൽ അത്രയും വരുന്നില്ല. പക്ഷേ ലൈവായിട്ട് കാണുമ്പോൾ കുറേ കൂടി ബ്യൂട്ടിഫുള്ളാണ്. കളർ ചേഞ്ച് ഉണ്ട്, നല്ല കളർ ചേഞ്ച് ഉണ്ട്.
ഇവിടെ ഈ കുറച്ച് 4-5 ക്രിസ്മസ് ട്രീ ചെറിയ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ഇതുണ്ട്, പല കളറിൽ ഇത് വരും. ഇപ്പോൾ കണ്ട ഈ കളറിൽ വരും. ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ഈ 5 ചെറിയ ക്രിസ്മസ് ട്രീ, ഈ കളർ സ്വാപ്പിംഗ്. ഇതിങ്ങനെ ഒരു ലൈറ്റിംഗ് കൂടി ഉണ്ട് കേട്ടോ. ഇത് സ്റ്റാർ ഷേപ്പിലുള്ള LEDs വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈറ്റിംഗ് കൂടി വെച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ലൈറ്റിംഗ് ആണ്. അത് ഞാൻ ഇവിടെയാണ് കണ്ടേക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അധികം ഈ ലൈറ്റിംഗ് ഇല്ല. ഓക്കെ, വേണമെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതും ഒരു വെറൈറ്റി ലൈറ്റിംഗ് ആണ്. മറ്റേ ഗിഫ്റ്റ് ബോക്സ് ഇലുമിനേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ട്രീസ് ലൈറ്റ് ചെയ്തിട്ട് ഇലുമിനേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഗിഫ്റ്റ് ബോക്സും വെച്ചിട്ടുണ്ട്. ഇതും കൊള്ളാം. ഇതൊരു ഫ്ലവർ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ക്യാമറയിൽ അത്രയും വരുന്നില്ല, എന്നാലും നേരിട്ട് കാണുമ്പോൾ 5 ടൈംസ് ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ എന്തായാലും സൂം ചെയ്ത് കാണിക്കുന്നത് ഓരോ ഫ്ലവറും. ഇതുണ്ട് ഈ വയലറ്റ് ഫ്ലവർ, പിന്നെ ഈ റെഡ് ഫ്ലവർ, പിന്നെ അതുപോലെ ഈ ബ്ലൂ ഫ്ലവർ, പിന്നെ മൊട്ട് പോലെ. ഇതെല്ലാം നല്ല എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലൈറ്റിങ് നമ്മൾ കേരളത്തിലോ ഇന്ത്യയിലോ നമ്മളധികം കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അവിടെയും അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണിത്. ഓക്കെ, നമ്മുടെ നേരത്തെ കാണിച്ച ആ ഫ്ലവർ ലൈറ്റിങ്ങിൻ്റെ ക്ലോസപ്പ് വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കണത്. പിങ്ക് ഫ്ലവർ, അതുപോലെ റെഡ് ഫ്ലവർ, പിന്നെ വൈറ്റ് ഫ്ലവർ, മൊട്ട്, റെഡ് മുട്ട്. ഇതൊക്കെയാണ് ഫ്ലോറൽ ലൈറ്റിംഗ്, ഫ്ലോറൽ സ്റ്റൈൽ അല്ലെങ്കിൽ പ്ലാൻ സ്റ്റൈലിലുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അത് ഈ പ്ലാന്റ്സിൻ്റെ പ്ലാന്റ് ഡെക്കറേഷൻ്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതും കാണാൻ കൊള്ളാം. ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു പ്ലാന്റ്, ലിറ്റപ്പ് പ്ലാന്റ് പോലെ ഉണ്ട്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ബ്ലഫാക്കി തന്നെയാണ് ലിഞ്ച്ബർഗ്. അവിടെ ഒരു ഫ്രെറ്റേലി എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ ഹോട്ടലുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ സീറ്റിങ്സിൻ്റെ പുറത്ത് ഔട്ട്ഡോർ സീറ്റിങ്ങിൻ്റെ അവിടുത്തെ ലൈറ്റിംഗ് ഡെക്കറേഷനാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് ഇങ്ങനെ കത്തിയും കേടുകയും ചെയ്യുന്നൊരു പ്രത്യേക അറേഞ്ച്മെൻറ്റ്. ഇത് ക്യാമറയിൽ അത്ര ഭംഗിയായിട്ട് വരുന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇത് ഒരു 3 ടൈംസ് 4 ടൈംസ് ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനത്തെ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഇത്
കോമൺ ആണ്, ഇന്ത്യയിലും നമ്മളൊത്തിരി കണ്ടിട്ടുണ്ട്. ഈ ലൈറ്റിങ്ങും കൊള്ളാം, ഇതും നല്ല നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ഒരു ലൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു റെയിൻഡിയറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആർട്ടിഫിഷ്യലാണ്, ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നണം. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കടലാസ് വെച്ചിട്ട് ആയിരിക്കും ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ജെൻവർത്ത് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് സ്പോൺസർ ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ റെയിൻഡിയർ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബ്ലഫ് വാക്ക് അറ്റ് ലിഞ്ച്ബർഗ്. ഇവിടെ ഇങ്ങനെ സ്റ്റാർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഫോട്ടോ പൊസിഷനിലുള്ളതാണ്. സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ബ്യൂട്ടിഫുള്ളാണ്, എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഇതും ഒരു വേറൊരു സ്റ്റാർ ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ്. ഇങ്ങനെ സ്പ്രിങ് കത്തിയും കിടയും ചെയ്യുന്നു. ഇത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ക്യാമറയിൽ അത്രയും വരുന്നില്ല ഭംഗി. ഇതൊരു ക്രിസ്മസ് ട്രീയുടെ ഒരു ചെറിയൊരു വെർഷനാണ്. അപ്പോൾ ഇതിൽ 2 ഹോൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ഫേസ് ഇട്ടിട്ട് ഫോട്ടോ പൊസിഷൻ എടുക്കുക. അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിൽ കാണാത്തതാണ്, ഇത് അവിടെ അവതരിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഒരു വെറൈറ്റി ലൈറ്റിംഗ് അറ്റ് നിയർ ബ്ലഫ് വാക്ക് ഇൻ ലിഞ്ച്ബർഗ്. ഇതൊരു ക്രിസ്മസ് ഡെക്കറേഷനാണ്, ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഇത് റെയിൻഡിയറും വെച്ചിട്ടുണ്ട്. ഇതും ബ്ലഫാക്കി തന്നെയാണ്. ഇത് ഗിഫ്റ്റ് ബോക്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റിംഗ് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു പ്രത്യേക ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റാണ്, ഞാൻ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ് ഇന്ത്യയിൽ. ഓക്കെ. അപ്പോൾ ലിഞ്ച്ബർഗിൽ ആ ബ്ലഫാക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള ലൈറ്റിങ്സാണ് കാണുന്നത്. അപ്പോൾ ഇത് തേനീച്ചയുടെ രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ലൈറ്റിങ്. പിന്നെ അത് ഇവിടെ ഈ സൈഡിൽ ലൈറ്റിങ്സ് ഉണ്ട്. ഇതെല്ലാം ലൈറ്റിങ്സാണ്. ഹണി ബീ ലൈറ്റിങ് ഇതാണ്. ഇതും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, വേണമെങ്കിൽ സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് ഹണി ബീയുടെ ഷേപ്പിൽ തന്നെ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലിഞ്ച്ബർഗിൽ ബൂട്ട് ലെഗേഴ്സിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ ക്രിസ്മസ് ലൈറ്റിംഗ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതൊരു മരമാണ്, ആ മരത്തിൽ ലൈറ്റിങ്സ് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ക്യാമറയിൽ കാണുന്ന പോലെ അല്ല, ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. നേരിട്ട് കാണുമ്പോൾ ഡബ്ല്യൂ ബ്യൂട്ടിഫുള്ളാണ്. ഇത് ക്യാമറയിൽ അത്രയധികം ക്യാപ്ചർ ആയിട്ടില്ല. ഇപ്പോൾ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിക്കാം. ഇതുണ്ട്. ഇനി അതേപോലെ
ഇതാണ് ദൂരെ നിന്നുള്ള വ്യൂ. അപ്പം നമ്മൾ ആ ബോട്ട് ലഗേജിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് അതിൻ്റെ താഴത്തെ ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ബോട്ട് ലഗേജിൻ്റെ അവിടെ കണ്ട് മുകളിലേക്ക് സ്റ്റെയറിലോട്ട് കയറുകയാണ്. അപ്പോൾ സ്റ്റെയറിൻ്റെ ലൈറ്റിങ്ങാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോട്ട് ലഗേജിൻ്റെ ആ സ്റ്റെയർ തന്നെയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ 4 കളറിലെ ലൈറ്റിങ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പും കൂടി കയറി നമ്മൾ മുകളിലേക്ക് പോവാം. അപ്പോൾ ലഞ്ചബർഗിൽ ആ ബോട്ട് ലഗർ ഹോട്ടലിൻ്റെ അവിടുത്തെ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് താഴോട്ട്. ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. ഇത് കാണിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ആ കാണുന്നതാണ് ബോട്ട് ലഗർ ഹോട്ടൽ. ഇപ്പം നേരത്തെ കാണിച്ച ആ സ്റ്റാർ ലൈറ്റിംഗ് എന്ത് തന്നെ അവിടുത്തെ ഫ്രണ്ടിൽ ആ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നേരത്തെ കാണിക്കും. ഇതാണ് ബോട്ട് ലഗേഴ്സ് ഹോട്ടൽ. ഓക്കെ. ഇത് ബോട്ട് ലഗേഴ്സിൻ്റെ അവിടുത്തെ ഒരു സ്റ്റാർ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇത് നല്ല ബ്യൂട്ടിഫുള്ളാണ് വെച്ചേക്കുന്നതാണ്. ഇത് കുറച്ചേരം കൂടി ഞാൻ കാണിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ബോട്ട് ലഗേജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ഡെക്കറേഷൻസ് അത്. ഇത് കാണുന്ന ട്രീ ടോപ്പർ എന്ന് പറയുന്നത്. ഇതും ബോട്ട് ലഗർ ഹോട്ടലിൻ്റെ മുമ്പിലുള്ള ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇത് റെയിൻഡിയർ ആണ്. മറ്റേ കൊമ്പ് കണ്ടിട്ട് സാധാ ഡിയർ ആണെന്നും വേണമെങ്കിൽ അല്ലെങ്കിൽ ബക്കാണെന്നും വേണമെങ്കിലും പറയാം. എന്നാലും ഈ ലൈറ്റിംഗ് കൊള്ളാം. നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി കാഴ്ചയായിട്ട് കണക്ക് കൂട്ടാം. ഇതും ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലുള്ള LED ആണ്. ഇതും കൊള്ളാം. ലൈറ്റിംഗ് കളർ ചേഞ്ചും ഒരു വെറൈറ്റിയാണ്. ഇത് ഗ്രാസിൻ്റെ ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഗ്രാസിൻ്റെ പുറത്തുള്ള ഇലുമിനേഷനാണ്. ഇതും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇതും കാണാൻ കൊള്ളാം. പക്ഷെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിലുള്ള സംഭവം തന്നെയാണ്. ഇതാണ് ഗ്രാസിൻ്റെ പുറത്തുള്ള സാധാ ഇലുമിനേഷൻ.
ഇതാണ് ഒരു ബോൾ ഷേപ്പിലുള്ള ഒരു സർക്കുലർ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇതും കാണാൻ ബ്യൂട്ടിഫുള്ളാണ്. ഇതും കൊള്ളാം. ഇതിവിടെ ബോളുണ്ട്, ഇതിവിടെ സ്റ്റാറുണ്ട്, അതും എക്സ്ട്രാ ബ്യൂട്ടിഫുള്ളാണ്. ഇത് ബോൾ. അപ്പോൾ ബോളും സ്റ്റാറും ഒരുമിച്ച് കാണിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ട്. ഇതൊരു സ്പെക്ടാക്കുലർ വ്യൂ ഉണ്ട്. ഇതൊരു ഫാം അതിൻ്റെ ഷേപ്പിലാണ്. ഇത് ഒന്ന് ലീഫ് പോലെയും ഒന്നും മറ്റേ 4 രീതിയിൽ ഒരു ട്രയാങ്കിൾ പോലെ. അപ്പോൾ ഇതും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതും ഒരു വെറൈറ്റി നല്ലൊരു കാഴ്ചയാണത്. ഇതൊരു കർട്ടൻ ലൈറ്റ്സ് പോലെയാണ്. ഒരു ചെറിയൊരു ലൈനിൽ ഇങ്ങനെ ഇട്ടേക്കുക. അത് ഫോട്ടോ പൊസിഷനാണ്, ഫോട്ടോ ഷോട്ടാണ്. ഇപ്പോൾ അവിടെ പോയി നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതാണ് അവിടെ നല്ല തിരക്ക്. അപ്പോൾ ഇതേപോലെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാവുന്നതാണ്. ഈ ഫോട്ടോ സ്പോട്ടായിട്ട് ഇങ്ങനെ ഇലിമിനേഷൻ വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ക്യാമറ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഈ ചെറിയ ചോട്ടാമോട്ട ലൈറ്റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ക്രിസ്മസ് ട്രീ പോലെ ചെറിയൊരു ട്രീ ടോപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ലൈറ്റിങ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതും കൊള്ളാം, കാണാൻ കൊള്ളാം. ഇതൊരു ചെറിയ റെഡ് ക്രിസ്മസ് ട്രീ വിത്ത് ട്രീ ടോപ്പായിട്ട് ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഇതും കൊള്ളാം കാണാൻ. ഇത് പിന്നെ ഈ LED കർട്ടൻ പറഞ്ഞ സ്റ്റാർ വെച്ചിട്ടുള്ള LED കർട്ടനാണ്. ഇതിപ്പോൾ ഇന്ത്യയിലും കേരളത്തിലൊക്കെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീ ഒരു വെറൈറ്റി, അത് പല കളറിലുള്ളത്. അത് സൂം ചെയ്ത് കാണിക്കാം. കൊള്ളാം. ട്രീ ടോപ്പൊക്കെ വെച്ചിട്ട് പല കളറിലുള്ള ക്രിസ്മസ് ട്രീ. അത് ബ്ലഫാക്കിൻ്റെ അറ്റത്ത് ഇത് ക്രാഡക്ടറിയുടെ അവിടെ നിന്ന്. അപ്പോൾ അവിടുത്തെ ലൈറ്റിങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു ഏഞ്ചലുണ്ട്, പിന്നെ ഒരു റെയിൻഡിയർ ഉണ്ട്, പിന്നെ ഒരു ഡോഗ് ഉണ്ട്. ഇപ്പോൾ ഏഞ്ചലിൻ്റെ ഇത് ക്ലോസപ്പിൽ കാണിക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് ക്യാമറയിൽ അത്ര ജസ്റ്റിസ് ഇല്ല. ഇത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏഞ്ചലിൻ്റെ ഒരു ലൈറ്റിങ്
ഞാനിത് ആദ്യമായിട്ട് കാണാം ഈ ഇലൂമിനേഷൻ വെച്ചിട്ട്. കുറച്ചു നേരം കാണിക്കാം. ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്നിട്ട് അതാണ് റെയിൻഡിയറിൻ്റെ ലൈറ്റിങ് ഇതും കൊള്ളാം. അത് കുറച്ചും കൂടി ക്ലോസപ്പിൽ കാണിക്കാം. അപ്പോൾ കുറേ കൂടി ബ്യൂട്ടിഫുള്ളാണ്. ഇതൊക്കെ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ. ഇത് ക്യാമറയിൽ അത്ര അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഞാനത് കുറച്ചേരം കാണിക്കാം. ഇതാണ് ഡോഗിൻ്റെ ലൈറ്റിങ്. ഇത് ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇതൊരു ക്രിസ്മസ് പാപ്പയും. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ലേഡിയുടെ ഷേപ്പാണ് കാണുന്നത്. ഇങ്ങനത്തെ ഒരു ലൈറ്റിംഗ് ഉണ്ട്. ഈ ലേഡിയുടെ ഷേപ്പിലുള്ള ലൈറ്റിംഗ് ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതും കൊള്ളാം. Did you guys see the Christmas tree up there yet? No, we haven't gone. It's the grand finale. Okay, so we're called teams. Okay, so football teams get absolutely destroyed. ഇതും ക്രാഡോപ്റ്ററിയുടെ അവിടെയുള്ള ഒരു ലൈറ്റിംഗ് ആണ്. അപ്പോൾ ബ്ലഫാക്കിൽ നിന്നാണ് നമ്മൾ ക്രാഡോപ്റ്ററിയിലെത്തി. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റെപ്പിലുള്ള ഒരു ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഇത് വാക്കിംഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ സ്റ്റിക്ക് ലൈറ്റിംഗ് എന്നൊക്കെയാണ് പറയണത്. ഇതും കൊള്ള കാണാം. അപ്പോൾ ഇത് ഈ ക്രാഡോപ്റ്റർ ഹോട്ടലിൻ്റെ അവിടുത്തെ ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഇത് ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ ഈ ഡൗൺ ടൗണിൽ ഈ ബ്ലഫാഗിൻ്റെ അവിടെ നിന്ന് ഈ ലൈറ്റിംഗ് തുടങ്ങുന്നത് ഇവിടുത്തെ ഈ ലൈറ്റിംഗ് ഈ ക്രിസ്മസ് ട്രീ ലൈറ്റ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെറമണിയായി. അപ്പോൾ ഈ ക്രിസ്മസ് സീസണിൽ അപ്പോൾ ഡിസംബറും ജാനുവരി ഫസ്റ്റ് വീക്കും ഈ ലൈറ്റിംഗ് മുഴുവൻ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഈ ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ് തുടങ്ങിയതുകൊണ്ടാണ് ബാക്കിയുള്ള ഈ ലൈറ്റിംഗ് മുഴുവൻ ഇവിടെ ചെയ്യുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആണുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് ട്രീയുടെ ക്ലോസപ്പ് കാണിക്കും. അതിൻ്റെ ട്രീ ടോപ്പും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ പിള്ളേർ മുഴുവൻ ഇരുന്ന് കാപ്പി കുടിക്കുകയാണ്. അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് ക്യാമറ കാണുമ്പോൾ അത്രയും ഭംഗിയില്ല, എന്നാലും നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ റിയൽ ബ്യൂട്ടി മനസ്സിലാവുന്നത്. ഇതാണ് ക്രാഡോപ്റ്ററിയുടെ അവിടുത്തെ ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ്. അപ്പോൾ ഇത് എല്ലാവരും വൈകിയത്. ഇത് ഡൗൺ ടൗൺ ലിഞ്ചബർഗ് അസോസിയേഷൻ, ദ സിറ്റി ഓഫ് ലിഞ്ചബർഗ്. The Bright Nights on the Bluff Walk is made possible by Downtown Lynchburg Association in partnership with the City of Lynchburg. പിന്നെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഇത് സ്കാൻ ചെയ്യുക, അതാണ് പറയുന്നത്.
പിന്നെ ഇതിൽ ആ പറയുന്ന QR കോഡ് എൻ്റെ URL downtownlynchburg.com, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാമെന്നൊക്കെയാണ് പറയണത്.